ഹലോ. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ നമ്മുടെ നാടൻ രീതിയിലുള്ള മീൻപിടുത്തമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ആലപ്പുഴ അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ വെള്ളയാണി കായലിനോട് ചേർന്ന പുഞ്ചക്കിരി എന്ന സ്ഥലത്താണ്. നാടൻ രീതിയിൽ മീൻ പിടിച്ച് ചേട്ടന്മാർ തറയിലിടും. അത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ജീവനൊക്കെ കുറച്ച് ഏതാണ്ട് പകുതി മുക്കാലോളം എത്തുമ്പോൾ അതിനെക്കൊണ്ട് വലയിൽ പിടിച്ചിടുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇത് ഒരു ഹോബിയായിട്ടാണ്. ഇതൊരു കച്ചവടത്തിന് വേണ്ടിയൊന്നുമല്ല ഈ ചെയ്യുന്നത്. ഇവർ വീട്ടിലത്തേക്ക് ആവശ്യത്തിനും പിന്നെ ഒരു ചെറിയൊരു ഹോബി. പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോൾ വന്നാലും ഇവിടെ മീൻ പിടുത്തം ഒരു സുലഭമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അത്യാവശ്യം നല്ല മീനുകളാണ് പിടിക്കുന്നത്. ഈ മീൻ വല കടിച്ച് മുറിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. മുറിച്ച് അതിന് മുള്ള് ഹാർഡായിട്ടുണ്ട്. ഇതെന്ത് തരം മീനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചേട്ടന്മാർ പറഞ്ഞതാണ് മീൻ കടിച്ച് പൊട്ടിച്ചാണെന്ന്. ഇതാണ് നമ്മൾ കാണുന്ന പുഞ്ചക്കരി വഴി. അതിൻ്റെ സൈഡിലായിട്ട് തോടുണ്ട്. അതിൻ്റെ സൈഡിൽ ഭയങ്കരപ്പെട്ട വിശാലമായ വയലാണ്. അപ്പോൾ ഇവിടെ വയലിൽ വെള്ളം കയറുന്ന സമയത്ത് ഈ ചാനൽ മീനുകൾ ഇഷ്ടംപോലെ വന്നിറങ്ങും. അതിനെ കരയിലിരുന്ന് ആൾക്കാർ പിടിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത്. മുട്ടപ്പായൽ എന്നൊക്കെ പറയുന്നത് സംഗതിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുന്ന വളരെ ഗംഭീരമായ സ്ഥലം. വന്ന് കാണാൻ പറ്റിയ കാണാം. പുഞ്ചഗിരി എന്ന് പറഞ്ഞ സൈഡിലടിച്ചാൽ കിട്ടും. ഈ കാണുന്ന മീനൊക്കെ തന്നെ ഇതിൻ്റെ തല എടുത്ത് കളഞ്ഞാൽ പിന്നെ ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കറി വയ്ക്കാൻ കിട്ടൂ എന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. എന്നാലും അവർക്കൊരു മടുപ്പൊന്നുമില്ല. രണ്ടുപേരായിട്ടാണ് വന്നത് ഞാൻ കണ്ടത്. വിശാലമായ പാടമാണിത്. ഇത് നെൽകൃഷിയാണ്. ഇത് ഗവൺമെൻറ് വസ്തുവല്ല, എന്നാൽ ഇത് പ്രൈവറ്റ് വസ്തു ആണ്. ഇതാണ് പഴയ രീതിയിലുള്ള സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ ചേട്ടൻ ഈ മീൻ പിടിച്ചത്. കണ്ടില്ലേ, ആ മീനിനെ കിടന്ന് പിടിച്ചത് കാണിച്ചു തന്നെയാണ്. കണ്ട, ഇത്രയും പിടച്ചു പിടിച്ചാണ് ഈ ഒരു മീനാണ്. ആ ചേട്ടൻ്റെ ഒരു സന്തോഷവും മുഖത്ത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹോബിയിൽ പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യസ്തമായ രീതി ഞാൻ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ കൊക്കുകളാണ്. നമ്മുടെ നാടൻ കൊക്കുകളെന്ന് പറഞ്ഞാൽ ചെറിയ കൊക്കുകളൊക്കെ അല്ലേ. പക്ഷേ ഈ കൊക്കുകളെന്ന് വെച്ചാൽ നമ്മൾ മൃഗശാലയ്ക്ക് പോകുമ്പോൾ അവിടെ കിടക്കുന്ന കൊക്കിനൊപ്പം വലിപ്പമുള്ള കാലിൻ്റെയൊക്കെ വലിപ്പമുള്ള കൊക്കുകളാണ്. ഇവരുടെ മീൻപിടുത്ത രീതി എന്നുള്ള വ്യത്യസ്തമാണ്. ഒരു ചെറിയൊരു പീസ് പോലത്തെ ഒരു ചെളി വെള്ളത്തിലിടും. പിന്നെ അതിനെ ആ നിഴല് അങ്ങനെ വെള്ളം കോളം അടിച്ചു പോകുമ്പോൾ ഇവരെന്ത് ചെയ്യും, വീണ്ടും അവിടെ നിന്ന് മീനിനെ പിടിച്ചെടുക്കും. ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നല്ല നീളമുള്ള, ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 കിലോ 1.5 കിലോ 2 കിലോ ഇറച്ചിയുള്ള കൊക്കുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു മനസ്സുഖമാണ് അവരുടെ ആഹാരം കണ്ടെത്തുന്ന രീതി. ചപ്പ് ചവറിലിടയിലും ഇവർ മാത്രമല്ല, താറാവുകളും അങ്ങനെയൊക്കെ പല ജീവജാലങ്ങളും ഇവിടെ നിന്ന് മീൻ പിടിച്ച് അവരുടെ വയറ് നിറയ്ക്കുന്നുണ്ട്. കണ്ടില്ല, ഇത്രയും വലിയ സൈസുള്ള കൊക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് കാണുക. ഇത് പുഞ്ചഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വളരെ നല്ല സ്ഥലമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ